ശബരിമല സന്ദർശിക്കാനെത്തിയ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്നു പോയ സംഭവം വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇപ്പോൾ വീണ്ടും അതിൻ്റെതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 20 ലക്ഷം രൂപ കൊണ്ട് അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ചെലവാക്കിയാണ് ആ ഒരു ഹെലിപാഡ് പണിതത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 20 ലക്ഷം രൂപ കൊടുത്ത് പണിത ഹെലിപാഡ് ഇത്രയും പെട്ടെന്ന് തകർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, 4 ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് പണിയാൻ കൊടുക്കുമ്പോൾ എങ്ങനെ അവിടെ ജനങ്ങൾ താമസിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെയല്ലേ. 20 ലക്ഷം രൂപ കൊണ്ടൊക്കെ ഒരു ഹെലിപാഡ് പണിതിട്ട് ഇത്രയും ഉറപ്പില്ലാതെ പണിതെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ എത്ര രൂപ ചെലവായിട്ടുണ്ടാകും? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഹെലിപാഡ് തകർന്നതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്തത് ഉണങ്ങാൻ സമയമില്ലാതെ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോഴാണ് അത് താഴ്ന്നൊരു സന്ദർഭം ഉണ്ടായത്. അതൊരു ഒരു ബാലിശമായ കാര്യമില്ല. കാരണം നമുക്കറിയാം, രാഷ്ട്രപതിയൊക്കെ വരുന്നതിന് മുൻപ് സ്വാഭാവികമായും അറിയിച്ചിട്ടുണ്ടാകും ഇത്ര സമയത്തിനുള്ളിൽ എത്തും. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള അധികൃതരുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ? തീർച്ചയായും അത് കറക്റ്റ് സമയത്തിന് ചെയ്യുക. ഇപ്പൊ തലേദിവസം വിളിച്ചിട്ടല്ല രാഷ്ട്രപതി വരുമെന്ന് അറിയിച്ചത്, അത് കൃത്യമായി ചെയ്യാത്തതിന്റെ അപാകതകളാണ്. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹെലിപാഡ് നിർമ്മിക്കാൻ 20 ലക്ഷം രൂപയായോ എന്നുള്ള കാര്യമാണ്. ഇപ്പൊ പഞ്ചായത്തുകളിൽ റോഡ് നിർമ്മിക്കാൻ 15 സെന്റിമീറ്റർ ഉയരത്തില് 3 മീറ്റർ വീതിയിൽ ഒരു 25 മുതൽ അല്ലെങ്കിൽ 30 മീറ്റർ വരെയുള്ള നീളത്തില് ഒരു റോഡ് നിർമ്മിക്കാൻ അനുവദിക്കുന്ന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 25 മീറ്റർ നീളത്തിലുള്ള ഒരു റോഡ് നിർമ്മിക്കാൻ 1 ലക്ഷം രൂപ. അപ്പോൾ സാധാരണ ഒരു ഹെലിപാഡിന്റെ വിസ്തൃതി എത്രയായിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കി. 25 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ അല്ല, 33 കിലോമീറ്റർ വ്യാപ്തി അല്ലെങ്കിൽ 44 കിലോമീറ്റർ വ്യാപ്തി എന്നിങ്ങനെയൊക്കെയാണ് മെഷർമെന്റ്സ് കാണിക്കുന്നത്. പോട്ടെ, ഒരു 50 മീറ്റർ വ്യാപ്തി എന്ന് നമുക്ക് കണക്കാക്കാം, 60 മീറ്ററോ വ്യാപ്തി നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 2 ലക്ഷം രൂപ പോട്ടെ, ഒരു 5 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട കണക്കുകൾ എങ്ങനെ 20 ലക്ഷത്തിൽ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ പറയുന്ന ഹെലികോപ്റ്റർ അവർ പറയുന്നുണ്ട്, ഇതിനു മുൻപ് 2 തവണ ട്രയൽ നടത്തി നോക്കി, തെറ്റുകളും കുറ്റങ്ങളൊന്നും നടന്നില്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ഒരു ഉറപ്പിൻ പുറത്താണ് പിന്നീട് രാഷ്ട്രപതി ഇറങ്ങേണ്ട ഭാഗത്ത് ഇത്തരത്തിലുള്ള പണി പൂർത്തീകരിച്ചതും അതിനുശേഷം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയതും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, 2 തവണ ട്രയൽ നടത്തിയതിനു ശേഷമാണ് രാഷ്ട്രപതിക്ക് ഇറങ്ങാനുള്ള ഹെലിപാഡ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയൽ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായും ഇത്രയും പണം ചെലവാക്കുമ്പോൾ, നമ്മുടെ ഫണ്ടിൽ നിന്ന് ഇത്രയും പണം എടുത്ത് ചെലവാക്കുമ്പോൾ, രാഷ്ട്രപതിയുടെ സന്ദർശനമാണ്, അത്രയേറെ ക്രമീകരണങ്ങൾ വേണം, അത് ഒരിക്കലും വേണ്ട എന്ന് നമ്മൾ പറയില്ല. പക്ഷേ അത് കൃത്യമായി ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്നും കൈയിട്ട് വരാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ സർക്കാർ കാണിക്കേണ്ടിയിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ക്രമീകരണം നടത്തുമ്പോഴും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇത് അറിയാതെ പോകുമായിരുന്നു. 20 ലക്ഷം രൂപ ഹെലിപാഡിന് എന്നുള്ളത് നമ്മൾ താൽക്കാലികമായ ഒരു ഹെലിപാഡിന് വേണ്ടി 20 ലക്ഷം രൂപ ചെലവാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ശരി ആയിക്കോട്ടെ, അത് അവിടെ വെച്ച് അവസാനിക്കും, ഈ ഒരു കണക്കുകൾ പുറത്തു വരില്ലായിരുന്നു. എല്ലാം ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ തൊടുന്നതെല്ലാം തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തരെ അപമാനിച്ചതിന് പിന്നീട് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, അതും പൊളിയുന്നു. അത് പൊളിഞ്ഞതിന് പിന്നാലെ ഇത്രയും വർഷങ്ങളായി മറച്ചു വെച്ചിരുന്ന ആ ഒരു സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വരുന്നു. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന രാഷ്ട്രപതി ഇത്തരത്തിൽ ശബരിമല സന്ദർശിക്കാൻ വരുന്നു, അവിടെ ഹെലികോപ്റ്റർ നിർത്തിയിടുമ്പോൾ ഹെലിപാഡിനകത്തേക്ക് ടയർ താഴ്ന്നു പോകുന്നു. എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചുകൊണ്ട് അയ്യപ്പൻ കൂടെ തന്നെയുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിൽ ജനങ്ങൾ. ആദ്യം ഹർഷ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൊ 4 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ച വീടുകൾക്ക് എത്ര ബലമുണ്ടാകും എന്നുള്ള കാര്യം അത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ലൈഫ് മിഷനിൽ ഇത്ര വീടുകൾ കൊടുത്തു എന്ന് ഇടതുപക്ഷം ഭയങ്കര കാര്യമായിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്ര വീടുകളിൽ അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. നമുക്ക് ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ PND കോളനിയെ കുറിച്ച് നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ പോലും പറയുന്നുണ്ട്, അവർ അത്രത്തോളം ആഗ്രഹത്തോടു കൂടി പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് സ്വസ്ഥമായി കിടന്നുറങ്ങാനൊരിടം സ്വപ്നം കണ്ടുകൊണ്ട് ആ ഒരു കോളനിയിൽ നിന്നും അത്രയും വലിയൊരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് അവർ മാറുകയും പിന്നീട് അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും മോശമായ രീതിയിൽ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൊതുജനങ്ങളെ മാത്രമല്ല രാഷ്ട്രപതിയെ പോലും പറ്റിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു സാഹചര്യം കാണുമ്പോൾ. നമുക്കറിയാം, ക്ലിഫ് ഹൗസിലെ തൊഴുത്തിന് 4 ലക്ഷം രൂപ കൊടുത്ത് തൊഴുത്ത് പണിത സർക്കാരാണ് ജനങ്ങൾക്ക് ഈ പറയുന്ന 4 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാനായിട്ട് മാക്സിമം പോയാൽ സ്ഥലം വാങ്ങിക്കുന്നത് ഉൾപ്പെടെ 6 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് ലൈഫ് മിഷന് വീട് വയ്ക്കുന്നുണ്ട്.
3 വർഷമായി ആ വീട് പണിത് തീരാനായിട്ട്. അവര് കോൺഗ്രസ് ഫാമിലിയാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവര് ഇതിൽ അപാകതകൾ കാണിക്കുന്നത്. പക്ഷെ 3 വർഷമായിട്ട് അവരിതിന്റെ പിന്നാലെ നടക്കുകയാണ്. 50,000 കിട്ടുന്നു, 20,000 കിട്ടുന്നു, അങ്ങനെ ഒരു വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലൂടെയാണ് പോകുന്നത്. 2 വീട് വെച്ചാൽ 20 വീടിന്റെ PR ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ 3 വർഷത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വീടുണ്ടായിരുന്നു. 75 ദിവസം കൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു നാവുപിഴ കൊണ്ട് 75 ദിവസം കൊണ്ട് CPM പണിത് കൊടുത്ത കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന ചേട്ടന്റെ വീട്. അപ്പോൾ 75 ദിവസം കൊണ്ട് വീട് പണിത് തീർക്കാൻ സാധിക്കും. അതും 10 ലക്ഷം രൂപയ്ക്കാണ് അവർ വീട് പണിത് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വീടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 4 ലക്ഷം രൂപയ്ക്ക് അവർ ഏത് വീടാണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ പണം കയ്യിൽ വെച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പൊതുജനങ്ങളൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ 4 ലക്ഷം രൂപ തരുമ്പോൾ അവർ പറയുന്ന പ്ലാനും പദ്ധതിയും പ്രകാരം മാത്രം വീട് വെക്കാൻ സാധിക്കുള്ളൂ. അവർ പറയുന്ന രീതിയിലല്ലാതെ ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആ പണത്തിന്റെ ബാക്കി കിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീട് വേണം, പക്ഷെ തങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കയറി കിടക്കാൻ ഒരു കുടില് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ 4 ലക്ഷം രൂപ കൊടുക്കുമ്പോഴാണ് ഈ പറയുന്ന പൊളിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി പണിത ഒരു ഹെലിപാഡിന് 20 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത്. 20 ലക്ഷത്തിന് പുറത്താണ് നൽകിയിരിക്കുന്നത്. ഈ ഇടത് സർക്കാർ 9 വർഷമായി മുക്കിയിട്ടുള്ള പൈസക്ക് കയ്യും കണക്കും ഇല്ല എന്ന് വേണം പറയാൻ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടു. നവകേരള സദസ് കണ്ടു. 1.5 കോടി 1 കോടിയുടെ ബസ് എവിടെയാണ്? കുറെ നാളത് ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോ കട്ടപ്പുറത്താണ്. 1 കോടി രൂപ എവിടെ നിന്ന്? ആ പണം എവിടെ നീട്ടി? നമ്മുടെ നികുതി പണമല്ലേ അത്? സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നും കൈയിട്ട് വാരുന്ന പണം കൊണ്ടാണ് ഇവർ ഈ പറയുന്ന 4 ലക്ഷം രൂപയുടെ എത്ര വീടുകൾ ഇവർക്ക് വെക്കാൻ പറ്റുന്നത്? അത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന എന്തെല്ലാം പരിപാടികളുടെ PR വർക്ക്, ഒരു പരിപാടി വാർഷികം നടത്തിയപ്പോൾ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് അവര് കൊട്ടിഘോഷിച്ചു. അതിന്റെ ആഘോഷത്തിന് വേണ്ടി എത്ര കോടികൾ ചെലവാക്കി. ഇതുപോലെ ഒരുപാട് ദൂർത്തടിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവാക്കി അതിൽ നിന്ന് പൈസ മുക്കുന്ന ഒരു ഇടത് സർക്കാരാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു 9.5 വർഷം കൊണ്ട് പിണറായി സർക്കാർ കടമെടുത്തത് 4.5 ലക്ഷം കോടിക്ക് മുകളിൽ പണമാണ് കടമെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇത്രയും സർക്കാരുകൾ അതിന് മുൻപ് ഭരിച്ചു പോയിട്ടും 1.5 ലക്ഷം കോടി മാത്രമാണ് കടം വരുമ്പോൾ 9.5 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് കടമായിട്ട് വരിക അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബാധ്യത, ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ തലയിൽ പോലും ലക്ഷങ്ങളോളം ബാധ്യതയും കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ഒരു സർക്കാർ ഇനി എങ്ങോട്ടാണ്? അല്ലെങ്കിൽ വീണ്ടും പറയുകയാണ് പിണറായി 3.0 അധികാരത്തിൽ വരും, പിണറായി സർക്കാർ തന്നെ തുടർ ഭരണത്തിലേക്ക് എത്തും, പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുമ്പോൾ അതിനി ജനങ്ങൾ പൊട്ടന്മാരല്ല ഇതൊക്കെ വിശ്വസിക്കാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ വരുന്ന വാർത്ത പോലും ഒക്ടോബറിൽ നടന്ന വാർത്തയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഒരു ഡിസംബർ മാസത്തിലാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് വിവരങ്ങൾ ഇതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥകൾ പുറത്തു വരും. ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ഒരു തുടർ ഭരണം വെറും സ്വപ്നമായി തന്നെ അവശേഷിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനേ സാധിക്കുള്ളൂ. ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും ഏത് രാജ്യം എടുത്തു നോക്കിയാലും 2-3 തവണ ഭരിക്കുന്ന സർക്കാരുകൾ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടേ ഉള്ളൂ. അത് എപ്പോഴും അപ്പുറത്തൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അപ്പുറത്തൊരു ഭരണം വരുന്നു എന്നുള്ള ഒരു തോന്നൽ സർക്കാരിനുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അത് ജനങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നാടിന്റെ വികസനത്തിനും എപ്പോഴും മുതൽക്കൂട്ടാവുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്.